ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാമത്തെ അധ്യായമാണ്. അധ്യായം 10 ശ്ലോകം 18. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയാ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയാ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയാ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം. പദാനുപദ അർത്ഥം. ജനാർദ്ദന, ഹേ ജനാർദ്ദന, ആത്മന അങ്ങയുടെ, യോഗം യോഗശക്തിയെയും, വിഭൂതിം ച വിഭൂതിയെയും, വിസ്തരേണ വിസ്തരിച്ച്, ഭൂയഃ വീണ്ടും, കഥയ വിവരിച്ചാലും, ഹി തീർച്ചയായും, അമൃതം അമൃതത്തെ, ശൃണ്വതഃ ശ്രവിക്കുന്ന, മേ എനിക്ക്, തൃപ്തിഹി തൃപ്തി, ന അസ്തി ഭവിക്കുന്നില്ല. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദരുടേതാണ്. ജയ ശ്രീല പ്രഭുപാദ്. അങ്ങയെപ്പറ്റി കേട്ടിട്ട് എനിക്കൊരിക്കലും മതി വരുന്നില്ല. കേൾക്കും തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കുവാൻ തോന്നുന്നു. ഹേ ജനാർദ്ദന, അങ്ങയുടെ വിഭൂതികളെപ്പറ്റി, അവയുടെ യൗകിക പ്രഭാവത്തെപ്പറ്റി വീണ്ടും വിശദമായി വിവരിച്ച് തന്നാലും. അപ്പോൾ അർജുനൻ ഇവിടെ ഭഗവാനോട് പറയാണ്, അങ്ങയുടെ വിഭൂതികളെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ട് എനിക്ക് മതി വരുന്നില്ല എന്ന് പറയാണ് അല്ലേ. അപ്പോൾ അർജുനൻ ഇതിനു മുൻപ് എവിടെയാണ് ഈ വിഭൂതികളെല്ലാം കേട്ടത്? ഭഗവാൻ ഈ വിഭൂതികളെ പറ്റിയിട്ട് വളരെ കുറഞ്ഞ അളവിൽ അല്ലേ, കുറച്ച് പറഞ്ഞിരുന്നു ഇതിനു മുൻപ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അതൊക്കെ? 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു അല്ലേ, രസോഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂരയോ പ്രണവഃ സർവവേദേഷു ശബ്ദഘേ പൗരുഷം ഋഷു എന്ന് പറഞ്ഞു. പിന്നെ ഈ ഭൂമിരപോ അനലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ. പിന്നെ 10ാമത്തെ അധ്യായത്തിലെ ചതുശ്ലോകി ഭഗവത്ഗീത തുടങ്ങുമ്പോൾ ഭഗവാൻ പറഞ്ഞു, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതഃ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഭഗവാന്റെ വിഭൂതികളെ പറ്റിയിട്ട് കുറച്ചൊക്കെ അർജുനൻ കേട്ടു. അപ്പോൾ അർജുനൻ എന്താണ്, കൂടുതൽ കേൾക്കാനുള്ള ഒരു ആഗ്രഹം വരികയാണ്. അപ്പോൾ അതേക്കുറിച്ചിട്ടാണ് അർജുനൻ ഇവിടെ പറയുന്നത്, എനിക്ക് ഒരിക്കലും മതി വരുന്നില്ല അങ്ങയെക്കുറിച്ച് കേട്ടിട്ട്. കേൾക്കുന്തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കുവാനായിട്ട് എനിക്ക് തോന്നുകയാണ് എന്ന് പറഞ്ഞു. ഹേ ജനാർദ്ദന, അങ്ങയുടെ വിഭൂതികളെ പറ്റി, അവയുടെ യൗകിക പ്രഭാവത്തെ പറ്റി വീണ്ടും വിശദമായി വിവരിച്ച് തന്നാലും എന്ന് പറയാണ് അർജുനൻ. അപ്പോൾ അർജുനൻ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് നിൽക്കുന്നത് അല്ലേ, അല്ലാതെ പാർക്കിലോ ബീച്ചിലോ ഒന്നും അല്ല നിൽക്കുന്നത്. അർജുനൻ അവിടെ എന്തിനാ വന്നത്? യുദ്ധം ചെയ്യാനാ വന്നത് അല്ലേ. പക്ഷേ അർജുനൻ
ഭഗവാന്റെ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നോ എന്തിനാണ് ഞാനിവിടെ വന്നതെന്നോ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വിസ്മരിച്ചു പോയി അല്ലേ. ഭഗവാന്റെ വാക്കുകൾ അമൃതിന് തുല്യമായിട്ടാണ് അർജുനൻ അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ അമൃത് വീണ്ടും വീണ്ടും ആസ്വദിക്കാനായിട്ട് അർജുനൻ ഇങ്ങനെ എന്താ പറയുക, വെമ്പൽ കൊള്ളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനോട് ചോദിക്കുന്നത്, വീണ്ടും വിശദമായിട്ടൊന്ന് പറഞ്ഞു തരൂ അല്ലേ, എനിക്ക് മതി വരുന്നില്ല അങ്ങയെക്കുറിച്ച് കേട്ടിട്ട് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഭഗവാനെ അർജുനൻ ജനാർദ്ദനൻ എന്നാണ് സംബോധന ചെയ്യുന്നത് അല്ലേ. ജനാർദ്ദനൻ എന്ന വാക്കിന് മൂന്ന് നാല് തരത്തില് ആചാര്യന്മാരും അർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ ജനാർദ്ദനൻ എന്ന വാക്കിന് ഒരർത്ഥമായിട്ട് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള വാസസ്ഥാനം ഉള്ള ആളാണ് ജനാർദ്ദനൻ എന്ന പദത്തിന്റെ അർത്ഥം. പിന്നെ എല്ലാവരുടെയും സംരക്ഷകനായിട്ടുള്ള ആളാണ് ജനാർദ്ദനൻ. പിന്നെ ജന എന്നാൽ ജനിക്കുക എന്നാണ്. അപ്പോൾ ആരാണോ ഭക്തന്മാരെ പുനർജന്മത്തിൽ നിന്ന് രക്ഷിക്കുന്നത് അവനാണ് ജനാർദ്ദനൻ എന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അല്ലേ, അമൃതിന് തുല്യമാണെന്നാണ് അർജുനൻ പറയുക. അപ്പൊ അമൃത് കുടിച്ചാൽ എന്താ നമുക്ക് കിട്ടുക? നമ്മൾ മരിക്കുന്നില്ല അല്ലെ, നമ്മൾ എപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തികളായിട്ട് ചിരഞ്ജീവികളായിട്ട് മാറും നമ്മൾ അമൃത് കുടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് അർജുനൻ ഭഗവാന്റെ വാക്കുകളെ അമൃതിനോട് ഉപമിക്കുന്നത്. അപ്പോൾ ജനാർദ്ദന എന്ന് വിളിക്കുന്നത് ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനന് അമൃതം കുടിച്ചതുപോലെ അനുഭവപ്പെടണം, പുനർജന്മത്തിൽ നിന്ന് അർജുനൻ രക്ഷപ്പെടണം, അർജുനന് ഇനി ഒരിക്കലും മരണത്തെ വരിക്കാൻ സാധിക്കരുത്. അതൊക്കെ കൊണ്ടാണ് അർജുനൻ ജനാർദ്ദന എന്ന് ഭഗവാനെ ഇവിടെ സംബോധന ചെയ്യുന്നത്. ഇപ്പോൾ ഭാവാർത്ഥത്തില് നൈമിശാരണ്യത്തിൽ വെച്ച് ശൗനകാദി ഋഷിമാർ സൂതഗോസ്വാമിയോട് പറയുന്ന ഒരു ശ്ലോകത്തെ പ്രഭുപാദ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട്. അതിൽ പറയുന്നു, വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യച്ഛൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. എന്താ ഇതിന്റെ അർത്ഥം? വിശിഷ്ട സ്തോത്രങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന കൃഷ്ണന്റെ ദിവ്യലീലകളെ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാലും ആർക്കും മതി വരില്ല. കൃഷ്ണനുമായി ദിവ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ലീലകളുടെ വിവരണത്തെ ഓരോ കാൽവയ്പിലും ആസ്വദിക്കാൻ കഴിയും. അതാണ് സ്വാദു സ്വാദു പദേ പദേ എന്ന് പറയുന്നത്. അർജുനൻ പരമപ്രഭുവായിട്ടുള്ള കൃഷ്ണനെ പറ്റി വിശേഷിച്ച് അദ്ദേഹത്തിന്റെ വിശ്വവ്യാപ്തമായിട്ടുള്ള രൂപത്തെക്കുറിച്ച് അറിയുവാനായിട്ട് വളരെയധികം ഉത്സുകനാണ് എന്നിവിടെ പ്രഭുപാദ പറയാണ്. അപ്പോൾ ഓരോ കാൽവയ്പിലും അല്ലെ സ്വാദു സ്വാദു പദേ പദേ, ഓരോ നിമിഷവും അത് നവമായിട്ട് അനുഭവപ്പെടുകയാണ്, പുതിയതായിട്ട് അമൃതമായിട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അമൃതമായിട്ട് അറിയപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഭഗവത് അവതാര ലീലകളെ സംബന്ധിച്ചതെല്ലാം പൂർവ്വയുഗ ചരിത്രങ്ങളാണ് അല്ലേ. ഇത് മുൻപുണ്ടായിരുന്ന യുഗങ്ങളിൽ തൊട്ടേ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഭഗവാന്റെ അവതാര ലീലകളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതിന് ഒരുപാട് പഴക്കം ചെന്നവയാണെങ്കിലും പക്ഷെ നാം ഇന്ന് കേൾക്കുമ്പോൾ നമുക്കത് പുതിയതായിട്ട് അനുഭവപ്പെടും. അപ്പൊ അർജുനനെ കുറിച്ച് പറഞ്ഞാൽ അർജുനൻ കുറേ നേരമായില്ലേ ഭഗവാനെ കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 2ാമത്തെ അധ്യായം തൊട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ 10ാമത്തെ അധ്യായത്തിലാണ് നിൽക്കുന്നത്. അവിടെ മുതൽ ഭഗവാനെ കുറിച്ചിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് അർജുനൻ. അപ്പോൾ അർജുനൻ ഇപ്പോഴും മതി വരുന്നില്ല എന്നാ പറയുന്നത്, ഇനിയും എനിക്ക് കേൾക്കണം, ഇനിയും കേൾക്കണം, അപ്പോൾ അത് ഇനി കൂടുതൽ എനിക്ക് വിസ്തരിച്ച് തരൂ എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുള്ള വായനയ്ക്ക് ശേഷവും നമുക്ക് എന്നും നവമായിട്ട് അനുഭവപ്പെടും അല്ലെ. ഭഗവാന്റെ കഥകള്, വൃന്ദാവന ലീലകള് അല്ലെങ്കിൽ ഭക്തന്മാരോടൊത്തുള്ള ലീലകളൊക്കെ നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണ് അല്ലേ. എന്നാലും നമ്മൾ ഓരോ തവണ കേൾക്കും തോറും നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അതെന്തുകൊണ്ടാണ്? അത് ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, അത് അമൃതമാണ്. അപ്പോൾ ആത്മാവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, പക്ഷെ ഭൗതിക വസ്തുക്കൾ നിശ്ചലമാണ്. അതേപോലെ വർത്തമാന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങൾ ജഡിലമാണ് അല്ലെ, ജഡത്തിന് തുല്യമാണ്. ആത്മീയ വൃത്താന്തങ്ങൾ ജീവസുറ്റവയാണ്. അതാണ് അതിലുള്ള വ്യത്യാസം. അപ്പോൾ അതെന്നും നമുക്കിങ്ങനെ നവമായിട്ട് അനുഭവപ്പെടും. അതീന്ദ്രിയ
ശ്രദ്ധ വിഷയം നമ്മൾ ശ്രവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മുഷിപ്പ് അല്ലേ മുഷിവായിട്ട് നമുക്ക് തോന്നില്ല, നമ്മൾ ഒരിക്കലും മുഷിയുന്നില്ല, നമുക്ക് വീണ്ടും വീണ്ടും അത് കേൾക്കാനായിട്ടുള്ളൊരു ആഗ്രഹം ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യഗ്രത, വീണ്ടും വീണ്ടും കേൾക്കണം എന്നുള്ള ആ വ്യഗ്രത ഒരിക്കലും ഭൗതിക കാര്യങ്ങളിൽ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഭൗതികപരമായിട്ടുള്ള ബുക്കുകൾ, പുസ്തകങ്ങൾ, കഥകൾ, നോവലുകളൊക്കെ വായിച്ചാൽ ഒരു തവണ വായിച്ചു കഴിഞ്ഞതോടുകൂടിയിട്ട് അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടു അല്ലേ, പിന്നീട് ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാനായിട്ട് തോന്നാറില്ല. പക്ഷേ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ നാം നിത്യവും വായിക്കുന്ന കാര്യങ്ങളാണ്. അത് ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് ഓരോ തരത്തിലാണ് നമുക്ക് റിയലൈസേഷൻ തോന്നുക അല്ലേ, ആത്മസാക്ഷാത്കാരം അനുഭവപ്പെടുക. കുറച്ച് നാമജപങ്ങളൊക്കെ തുടർന്ന് പോയിട്ട് നമ്മൾ ഇന്ന് വായിക്കുന്ന ശ്ലോകം, ആ ഒരു നാമജപങ്ങളൊക്കെ കുറച്ച് എണ്ണം കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം വായിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് വേറൊരു സാക്ഷാത്കാരമായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ഞാൻ പണ്ട് വായിച്ചതായിരുന്നല്ലോ, അന്ന് എനിക്ക് എന്താണ് ഇതൊന്നും തോന്നാഞ്ഞത് എന്ന് തോന്നും അല്ലേ. പക്ഷെ അവിടെയുള്ളത് സെയിം വാക്കുകളാണ്, സെയിം വാചകങ്ങളാണ്, സെയിം ബുക്കാണ്, പുസ്തകമാണ് അല്ലേ. പക്ഷെ നമുക്കത് നവമായിട്ട് പുതിയതായിട്ട് അനുഭവപ്പെടും. അതാണ് ആത്മീയ പുസ്തകങ്ങളുടെ പ്രത്യേകത, അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നത് ജീവസുറ്റവയാണ് അല്ലേ. അവർ ഓരോ നിമിഷവും ഇങ്ങനെ പുതുതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉത്തമ ശ്ലോകം എന്നിവിടെ അർത്ഥമാക്കുന്നത് അജ്ഞതയെ വിവക്ഷിക്കാത്ത സാഹിത്യം എന്നാണ് അല്ലേ. ഉത്തമ ശ്ലോക വാർത്താനാം, നമ്മൾ ഭഗവാനെ കുറിച്ചിട്ട് പ്രകീർത്തിക്കുമ്പോൾ പല സ്ഥലത്തും കേൾക്കുന്ന വാക്കാണ് ഉത്തമ ശ്ലോക വാർത്താനാം അല്ലെങ്കിൽ ഉത്തമ ശ്ലോകം എന്നുള്ളതൊക്കെ. അപ്പോൾ ഉത്തമ ശ്ലോകം എന്നാൽ എന്താണ്? ഭൗതികമായിട്ടുള്ള യാതൊന്നും തൊട്ട് തലോടാത്ത സാധനങ്ങളാണ് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലേ. കൗരവേന്ദ്ര പുരസ്ത്രീണാം ഉത്തമ ശ്ലോക വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗവത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ കുരുവംശത്തിലെ സ്ത്രീജനങ്ങൾ മട്ടുപ്പാവിൽ കയറി നിന്നിട്ട് ഭഗവാനെ കുറിച്ചിട്ട് വാഴ്ത്തിപ്പാടുന്നു. അപ്പോൾ ആ വാഴ്ത്തിപ്പാടുന്ന അവർ പറയുന്ന വർത്തമാനം വേദസാഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് പ്രഭുപാദൻ നമ്മളോട് പറയുന്നത് അല്ലേ. കാരണം അവര് പരസ്പരം സംസാരിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? ഭഗവാനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉത്തമ ശ്ലോക വാർത്താനാം ആയിട്ട് മാറുകയാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകളായിട്ട് മാറുകയാണ് ആ കുരുവംശത്തിലെ സ്ത്രീജനങ്ങൾ ഭഗവാനെ കുറിച്ചിട്ട് വാഴ്ത്തിപ്പാടുന്നത്. അപ്പോൾ അതാണ് ഭഗവാന്റെ ആത്മീയ കാര്യങ്ങൾ നാം ശ്രവിക്കുമ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോഴുമുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൗതിക സാഹിത്യങ്ങൾ എപ്പോഴും കാണുന്നത് തമോ ഗുണത്തിലാണ് അല്ലേ. പക്ഷെ ആത്മീയ സാഹിത്യമോ അത് ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്, അത് സത്വഗുണത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് നമുക്ക് ആത്മീയ സാഹിത്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും അവയോട് ഇണങ്ങിച്ചേരണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവ വായിക്കണം എന്നൊക്കെയുള്ള തോന്നല് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ നിത്യവും ഭാഗവതം വായിച്ചു നോക്കൂ അല്ലേ. ഭാഗവതം നിത്യം ഭാഗവത സേവയാ എന്നാ പറയാ, അല്ലാതെ ആഴ്ചയിൽ ഒരിക്കലെടുത്ത് വായിക്കുന്ന പുസ്തകമല്ല ഭാഗവതം. നിത്യം ഭാഗവത സേവയാ എന്നാ പറയാ. അപ്പം നമ്മൾ നിത്യവും ഭാഗവതം വായിച്ചു നോക്കൂ. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് നമ്മൾ ഭാഗവതവുമായിട്ട് നിത്യവും ബന്ധം പുലർത്തിയാൽ നമുക്ക് വീണ്ടും എന്നും വായിക്കണം എന്നുള്ള ആ ഒരു ത്വര നമ്മുടെ ഉള്ളിൽ വളർത്താൻ അത് സഹായിക്കും. കാരണം നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ ഭഗവാനോടാണ് നമ്മൾ നേരിട്ട് ബന്ധം പുലർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും അവ വായിക്കണം, ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അറിയണം എന്നുള്ള ആ ഒരു ത്വര നമ്മളിൽ ഉണർത്താനായിട്ടത് സഹായിക്കും. അപ്പോൾ അതേ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് സ്വാദു പതേ പതേ അല്ലേ. ഓരോ ദിവസവും നമുക്ക് നവമായിട്ട് അനുഭവപ്പെടും എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള എന്ത് കാര്യം തന്നെ സംസാരിച്ചാലും അത് അമൃതിന് തുല്യമാണ് എന്നാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രായോഗിക പരിശീലനം കൊണ്ട് നമുക്കത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പോൾ അർജുനനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6-ാമത്തെ അധ്യായം വന്നപ്പോൾ അർജുനൻ എന്താ ഭഗവാനോട് പറഞ്ഞത്? ചഞ്ചലം ഹി മനാ കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ ദുഷ്കരം എന്ന് അർജുനൻ പറഞ്ഞു അല്ലേ.
ചഞ്ചലം ഹി മന കൃഷ്ണ, എൻ്റെ മനസ്സ് ചഞ്ചലമാണ്, അസ്ഥിരമാണ്, അത് ബലമേറിയതാണ് ഭഗവാനെ എന്ന് പറയാണ് അർജുനൻ അല്ലേ. പിന്നെന്താ പറഞ്ഞത്, അത് എനിക്ക് വേണമെങ്കിൽ കാറ്റിൻ്റെ ഗതിയെ തിരിച്ചുവിടാൻ സാധിക്കും, കാറ്റിൻ്റെ ഗതിയെ എനിക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും, പക്ഷെ എൻ്റെ മനസ്സിനെ എനിക്ക് വരുതിയിലാക്കാൻ സാധിക്കുന്നില്ല എന്നാ ഭഗവാനോട് പറയുന്നത് അർജുനൻ അല്ലേ. ആ അർജുനനാണ്, അതേ അർജുനനാണ് ഇവിടെ നിന്നിട്ട് പറയുന്നത്. എന്താണ് പറയുന്നത്? ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം അല്ലെ. എനിക്കിനി വീണ്ടും കേൾക്കണം അങ്ങയെ കുറിച്ചിട്ട്, അങ്ങ് വീണ്ടും അമൃത് എന്നോട് പറഞ്ഞു തരൂ എന്ന് അർജുനൻ അവകാശപ്പെടുകയാണ്. അപ്പോൾ അർജുനൻ എന്താണ്, ഇപ്പോ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് നിൽക്കുന്നത്, യുദ്ധം ചെയ്യാനാണ് ഞാനിവിടെ വന്നത് എന്നൊക്കെയുള്ള സംഗതികളൊക്കെ വിസ്മരിച്ചു പോയി അല്ലെ. ഭഗവാനെ കുറിച്ച് കേട്ടപ്പോ, ഭഗവാന്റെ അമൃത് നുകർന്നപ്പോ അർജുനൻ എല്ലാം മറന്നു. ആ മനസ്സ് ചഞ്ചലമാണ്, അസ്ഥിരമാണ്, അതിനെ അടക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അർജുനൻ വിസ്മരിച്ചു. അർജുനൻ ഇപ്പോൾ ഭഗവാന്റെ വാക്കുകൾക്ക് മാത്രം ചെവിക്കൊണ്ട്, ഭഗവാനിൽ മാത്രം തൻ്റെ സർവ്വശ്രദ്ധയും ഊന്നിക്കൊണ്ട് നിൽക്കാണ്, മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിൽക്കാണ് അർജുനൻ അല്ലേ. പക്ഷെ അർജുനൻ പോലും അറിയുന്നില്ല അർജുനൻ നിൽക്കുന്ന അവസ്ഥയെ കുറിച്ചിട്ട്. അതാണ് ഭഗവാന്റെ ആത്മീയ കാര്യങ്ങളിലേക്ക്, ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ നമുക്ക് വരുന്ന നേട്ടം അല്ലേ. നമ്മൾ ചുറ്റുമുള്ളതൊക്കെ നമ്മൾ വിസ്മരിച്ചു പോകും അല്ലേ. നമ്മൾ മായാപൂരം വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ചെന്നിറങ്ങുന്ന ആ സമയവും ദിവസവും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ അവിടെ ചെലവഴിക്കുമ്പോൾ ഇന്ന് ഏത് ദിവസമാണെന്ന് ഓർത്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ പിന്നെ വന്ന ദിവസം ആലോചിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എണ്ണി കൊണ്ടുവന്നിട്ട് ഇന്ന് തിങ്കളാഴ്ചയാണ്, ഞാൻ വെള്ളിയാഴ്ചയാണ് വന്നത് എന്നൊക്കെ നമ്മൾ ആലോചിച്ചെടുക്കണം ദിവസം. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള അവസ്ഥയിലാണ് വൃന്ദാവനത്തിലും മായാപൂരും സ്ഥിതി ചെയ്യുന്നത് അല്ലെ. നമ്മളെ കാലത്തിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ ആ ഒരു പ്രഭാവം നമ്മളെ ബാധിക്കുന്നേ ഇല്ല. ഓരോ നിമിഷവും നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഈ കാലദേശപാത്രങ്ങളൊന്നും നമ്മളെ അലട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് വിരസമായിട്ട് തോന്നാത്തത്. അവസാനം നമ്മൾക്ക് പോകാനുള്ളൊരു ദിവസം വരും അല്ലേ. ആ ദിവസം നമുക്കറിയാം ചൊവ്വാഴ്ചയാണ് എനിക്ക് ഇവിടെ നിന്ന് തിരിക്കേണ്ടത്, വെള്ളിയാഴ്ചയാണ് ഞാൻ അവിടെ ചെല്ലുന്നതെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് തിങ്കളാഴ്ചയാണ് എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയെടുക്കും. അപ്പോൾ അതാണ് ഭഗവാന്റെ ആധ്യാത്മിക കാര്യങ്ങളിലുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത്. അതേ മാറ്റം തന്നെയാണ് ഇവിടെ അർജുനനും വന്നിരിക്കുന്നത്. അപ്പോൾ അർജുനൻ ഇവിടെ പറയാണ് അല്ലേ, എനിക്ക് തൃപ്തി വരുന്നില്ല ഭഗവാനെ കുറിച്ച് കേട്ടിട്ട്, ഇനിയും വിസ്തരിച്ച് തരൂ എന്ന് പറയാണ്. അപ്പോൾ എന്തിനെ കുറിച്ചിട്ട് വിസ്തരിക്കാനാണ് അർജുനൻ പറയുന്നത്? വിസ്തരേണ ആത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന അല്ലെ. അങ്ങയുടെ വിഭൂതികളെ കുറിച്ച് എനിക്ക് വീണ്ടും പറഞ്ഞു തരൂ എന്ന് അർജുനൻ പറയാണ്. അപ്പോൾ എന്താണ് വിഭൂതി? വിഭൂതികൾ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഐശ്വര്യം എന്നാണ് വിഭൂതിയുടെ അർത്ഥം. അപ്പോൾ ഓരോ വസ്തുക്കൾ കാണുമ്പോഴും നമുക്ക് ഭഗവാന്റെ ആ ഈശ്വര ഭാവം നമുക്ക് ഓർമ്മ വരാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിഭൂതികൾ. അപ്പോൾ എന്തിനാണ് ഈ വിഭൂതികളെ കുറിച്ചിട്ട് ഭഗവാൻ വിശദമാക്കാൻ പോകുന്നത്? സാമാന്യരായിട്ടുള്ള ജനങ്ങൾ അല്ലെ, നമ്മളെ പോലെയുള്ള ഭൗതികതയിൽ മുങ്ങിയിരിക്കുന്ന സാമാന്യരായിട്ടുള്ള ജനങ്ങൾക്ക്, ഭൗതികതയിൽ നിറഞ്ഞിരിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഭഗവാനെ കുറിച്ചിട്ട് അല്ലെ, ഭൗതിക വസ്തുക്കളിൽ അല്ലെങ്കിൽ ഭൗതികതയിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് ഭൗതിക വസ്തുക്കൾ കാണുമ്പോഴും ഇത് ഭഗവാനാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഭഗവാൻ ഈ വിഭൂതികളൊക്കെ വിശദമാക്കി തരുന്നത് അല്ലെ. 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു രസോഹമപ്സു കൗന്ദേയ അല്ലെ. ജലം കാണുമ്പോൾ അല്ലെ, നമ്മൾ ദാഹിച്ച് വലഞ്ഞ് വിഷമിച്ച് നിർജ്ജല ഏകാദശിയൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം ദ്വാദശിക്ക് നമ്മൾ വെള്ളം കുടിക്കും അല്ലേ. ആ സമയത്ത് എന്താണ് സ്വാദ് വെള്ളത്തിന് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും നാൾ ഈ സ്വാദൊന്നും ഉണ്ടായിരുന്നില്ലേ വെള്ളത്തിനെന്ന് വിചാരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് അതിയായി ദാഹിച്ച് വലഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കുകയാണ് അല്ലേ. ചൂട് സമയത്ത് പൊരിഞ്ഞ ചൂടിൽ നിന്ന് നമ്മൾ കയറി വന്ന് വെള്ളം കുടിക്കുമ്പോൾ എന്ത് സ്വാദാണ് ആ വെള്ളത്തിനെന്ന് നമ്മൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ ആലോചിക്കും അല്ലേ.
അങ്ങനെ നമുക്ക് അനുഭവപ്പെടുമ്പോൾ അപ്പൊ വിചാരിക്കുക അല്ലെ, രസോഹമപ്സു കൗന്ദേയ, ഈ വെള്ളത്തിലെ രുചി ഞാനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലെ. പ്രഭാസ്മി ശശി സൂര്യഹോ, ഭഗവാൻ പറയാണ് സൂര്യനും ചന്ദ്രനും അല്ലെ അവരുടെ പ്രകാശമൊക്കെ ഞാനാണ് നൽകുന്നത്. അപ്പൊ അതുപോലെ പുരുഷന്റെ പൗരുഷം ഞാനാണ്, ഭൂമിയിലെ പുതുമഴ പെയ്യുമ്പോൾ വരുന്ന ആ ഗന്ധം ഞാനാണ് എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഉടനെ നമുക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കണം. നിമ്നഗാനം യഥാ ഗംഗ അല്ലെ, ഒഴുകുന്ന നദികളിൽ ഞാനാണ് ഗംഗ എന്ന് ഭഗവാൻ പറയുന്നു. അതുപോലെ ആദിത്യന്മാരില് ഞാനാണ് ആദിത്യൻ, വിഷ്ണു എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അതുപോലെ അസുരന്മാരില് ഞാനാണ് പ്രഹ്ലാദൻ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ഭഗവാൻ പറയുന്നുണ്ട്. പർവ്വതങ്ങളിലെ ഞാനാണ് മേരു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രധാനപ്പെട്ട വസ്തുതകളും ഭഗവാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭഗവാനെ ഓർമ്മിക്കാൻ സാധിക്കണം. ഇതെല്ലാം ഭഗവാന്റെ ശക്തി വിശേഷമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ തൻ്റെ വിഭൂതി യോഗങ്ങൾ ഈ 10ാമത്തെ അധ്യായത്തിൽ വിശദമാക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് 7ാമത്തെ അധ്യായത്തിൽ അർജുനൻ കുറിച്ച് ഭഗവാനെ കുറിച്ച് കേട്ടു. 10ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ എന്ന് പറഞ്ഞു അല്ലെ, ഞാനാണ്, എന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിൽ നിന്ന് ഉണ്ടായതിൽ നിന്ന് ഇനി എന്തൊക്കെയുണ്ട് എനിക്ക് മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ സാമാന്യ ജനങ്ങൾക്ക് അങ്ങയെ കാണുവാൻ, മനസ്സിലാക്കുവാൻ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പോൾ അത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഭൗതികതയിൽ മാത്രം ശീലിച്ചു പോകുന്ന ആളുകൾക്ക് ഓരോ വസ്തുക്കൾ കാണുമ്പോഴും ഭഗവാനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ സാധിക്കണം. ഭഗവാന്റെ ശക്തിയാണ് ഇതെല്ലാം എന്ന് ഓർമ്മിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ തൻ്റെ വിഭൂതികളെ പറ്റിയിട്ട് വിശദമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അർജുനൻ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. അർജുനൻ എന്താ പറയുന്നത്? അർജുനൻ പറയാണ് ഭൂയ കഥയാ തൃത്രിഹി ശൃണ്വതോ നാസ്തിമേ അമൃതം, അങ്ങയിൽ നിന്ന് ഈ അമൃത് കേട്ടിട്ട് എനിക്ക് മതി വരുന്നില്ല എന്ന് പറയാണ് അല്ലേ. ഇപ്പോൾ മതി വരുന്നില്ല എന്നതിന് എന്താ അർത്ഥം? അർജുനൻ ഇതുവരെയും ബോറടിച്ചില്ല ഭഗവാനെ കുറിച്ച് കേട്ടിട്ട് അല്ലേ. ഇപ്പൊ നമ്മള് ഭൗതികമായിട്ടുള്ള ഒരു നോവലോ കഥയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊന്ന് പുറത്തു പോവാനായിട്ടുള്ള വല്ലാത്തൊരു ത്വര വരും അല്ലെ, ഒരു ആഗ്രഹം വരും. പക്ഷെ ഭഗവാനെ കുറിച്ച് കേട്ടാൽ നമുക്ക് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ അർജുനൻ പറയാണ് ഭഗവാനെ കുറിച്ചിട്ട് കേട്ടിട്ട് എനിക്ക് മതി വരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഇനിയും അർജുനൻ ഭഗവാനെ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചക്രവർത്തി പാദു പറയാണ്, കാരണം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് അല്ലെ പറയുന്നവർക്ക് കൂടുതൽ കൂടുതൽ പറയാനായിട്ടുള്ള ഒരു ആഗ്രഹം വരുന്നത്. അപ്പോൾ അർജുനൻ ഭഗവാനെ കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ തൻ്റെ വിഭൂതികളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ വിസ്തരിക്കുന്നത് അല്ലെ. അർജുനൻ യുദ്ധം ചെയ്യാൻ വന്നു. ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യരുടെയും തന്നെ ബന്ധുമിത്രാദികളെയും ഒക്കെ കൊന്നൊടുക്കുന്നത് ആലോചിച്ചപ്പോൾ അർജുനൻ വിഷമിച്ചു പോയി അല്ലേ. ഗാണ്ഡീവം കയ്യിൽ നിന്ന് താഴെ വീണു. അർജുനൻ തലയിൽ കൈ വെച്ചിട്ട് തളർന്ന് രഥത്തിലിരിക്കുകയാണ് 1ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ. അപ്പോൾ ആ ഭഗവാന് വേണമെങ്കിൽ ആത്മാവിനെ കുറിച്ചിട്ടുള്ള ഗുണഗണങ്ങൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് തന്നെ ഭഗവത്ഗീത ഉപദേശങ്ങൾ അവസാനിപ്പിക്കാമായിരുന്നു അല്ലേ. ആത്മാവിനെ നീ ഹനിക്കുന്നില്ല, ശരീരത്തെ മാത്രമാണ് ഹനിക്കുന്നത്. ഇന്നും എല്ലാ കാലത്തും ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അത്രയും മതിയായിരുന്നു അർജുനന് വീണ്ടും യുദ്ധം ചെയ്യാൻ അല്ലേ. പക്ഷേ ഭഗവാൻ എന്തിനാണ് ഈ ഇത്രയും വിശദമാക്കിയിട്ട് 18 അധ്യായങ്ങളിൽ നീണ്ടു കിടക്കുന്ന ഈ ശ്ലോകങ്ങൾ വിവരിക്കുന്നത്? അർജുനൻ ഭഗവാനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ എപ്പോഴും ഭഗവാനെ കേൾക്കാനായിട്ട് നമുക്ക് ആഗ്രഹം തോന്നണം. ശ്രവണമാണ് നവവിധ ഭക്തിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് അല്ലേ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ശ്രവണത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ശ്രവണത്തിലൂടെ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കും. നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ ഒരുപാട് ഗ്രഹിക്കുവാൻ ശ്രവണം നമ്മളെ സഹായിക്കും.
പക്ഷേ ശ്രവിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്, നമ്മൾ കേൾക്കാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടി വരുന്ന ആളാവണം. അല്ലാതെ എല്ലായിടത്തുനിന്നും കേൾക്കുന്ന പലതും കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അപ്പം ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭഗവാനെ കുറിച്ചിട്ട് കേൾക്കാനായിട്ട് ലഭ്യമാണ് അല്ലേ. ഒരുപാട് അസംബന്ധ കാര്യങ്ങളും ആൾക്കാർ പടച്ചു വിടുന്നുണ്ട്. അതൊന്നും ചെവിക്കൊള്ളാൻ പോവരുത്. ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ആൾക്കാരെ മാത്രമേ ശ്രവിക്കാവൂ, അവരെ മാത്രമേ കേൾക്കാനായിട്ട് തിരഞ്ഞെടുക്കാവൂ. ഇപ്പോൾ ഭഗവാൻ അംഗീകരിക്കുന്ന 4 പരമ്പരയിൽ നിന്ന് വരുന്ന ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അല്ലേ. അവിടെ ഒരു വേർതിരിവിൻ്റെയും ആവശ്യമില്ല. ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ഭഗവാനാൽ അംഗീകരിക്കുന്ന 4 പരമ്പരയിലൂടെ വരുന്ന ആരെയും ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുവാൻ, ആധ്യാത്മിക ജ്ഞാനം നേടുവാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലാത്തവയൊക്കെ പാമ്പ് കൊത്തിയ പാല് പോലെ വിഷമാണ് അല്ലേ. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, മായാവാദ സുനിലെ സർവനാശ ഹയ എന്ന് പറയാ. മായാവാദികളുടെ ഭാഷ്യങ്ങൾ കേൾക്കാൻ പോകുന്നവർക്ക് സർവനാശമാണ് എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ആ മായാവാദികളുടെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് പാമ്പ് കൊത്തിയ പാല് പോലെ, പാമ്പ് തൊട്ട പാല് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല, അത് വിഷമാണ്. അപ്പോൾ അതേപോലെയാണ്, ആ വിഷമാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ശ്രവണം വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഹൃദയത്തിലും കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് ശ്രവിക്കുമ്പോൾ ആരെയാണ് ഞാൻ കേൾക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ഒരാളാണോ എന്ന് ശ്രദ്ധിക്കുക. ആ പറയുന്ന വ്യക്തിക്ക് ഇനി ഒരു ഗുരു ഉണ്ടോ എന്നും കൂടി നമ്മൾ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യുക. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് കേൾക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ശ്രവണം മാത്രമേ നമുക്ക് പ്രയോജനം ചെയ്യൂ. അല്ലാത്തതെല്ലാം ശ്രമയേവൈഹി കേവലം എന്നാണ് ഭാഗവതം പറയുക അല്ലേ. ഒരു സാമൂഹിക കോലാഹലം സൃഷ്ടിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് അവയെല്ലാം എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചെവി കൊടുക്കാതിരിക്കുക. ശ്രവിക്കുന്നത് ആധികാരികമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ആവണം എന്ന് ഒരു നിർബന്ധം പുലർത്തുക. അവരിൽ നിന്ന് മാത്രം കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അർജുനൻ ഇവിടെ ഭഗവാനെ കേൾക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്, ഭൗതിക കഥാശ്രവണം ക്രമേണ നമുക്ക് മടുപ്പുണ്ടാക്കും, പക്ഷേ കൃഷ്ണന്റെ കഥകൾ കേൾക്കുന്നവർക്ക് ഒരിക്കലും അത് മതി വരില്ല എന്ന് പറയാണ്. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ എമ്പാടും ഭഗവത് കഥകൾക്ക് പ്രാധാന്യം കൊടുത്ത് കാണുന്നത് അല്ലേ. പണ്ടൊക്കെ നമുക്കറിയാം, അമ്പലത്തിലൊക്കെ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ ബാലകളും നാടകങ്ങളും ഒക്കെ അരങ്ങേറാറുണ്ട് അല്ലേ. അതെല്ലാം ഭഗവാന്റെ കഥകളെ പറ്റി ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാം മാറി. ഇന്ന് വേറെ വേറെ പുതിയ പുതിയ മാനങ്ങൾ അവർ കണ്ടെത്താൻ തുടങ്ങി. ആനുകാലിക വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ തുടങ്ങിയപ്പോൾ ആ ബാല പോലുള്ള ആ നൃത്ത രൂപങ്ങൾ തന്നെ നമുക്ക് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അത് കേൾക്കാനും കാണാനുമായിട്ടുള്ളൊരു ത്വര ഉണ്ടാവുമായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും തന്നെ ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ കുറിച്ചിട്ടുള്ള അവതാര കഥകൾക്ക്, ഭഗവാന്റെ ലീലകൾക്ക് എന്നും ഒരു പുതിയ അനുഭവം നമുക്ക് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഭഗവാന്റെ ലീലകളെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളാണ് പുരാണങ്ങൾ എന്നിവിടെ ശ്രീല പ്രഭുപാദ പറയുന്നു അല്ലെ. അവ വീണ്ടും വീണ്ടും വായിച്ചാലും നമുക്ക് ഒരിക്കലും അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ നമുക്കത് പിന്നെയും പിന്നെയും നമുക്ക് എടുത്ത് വായിക്കാനായിട്ടുള്ള ഒരു തോന്നൽ വരും എന്നിവിടെ പ്രഭുപാദ പറയുന്നുണ്ട്. അപ്പോൾ അവതാര കഥകളെ സംബന്ധിച്ചിട്ടുള്ളതെല്ലാം പൂർവ്വയുഗ ചരിത്രങ്ങളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആവർത്തിച്ചിട്ടുള്ള വായനയ്ക്ക് ശേഷവും അത് നമുക്ക് നവമായിട്ട് അനുഭവപ്പെടും. ഇപ്പോൾ ഭഗവത്ഗീത, ഭാഗവതമൊക്കെ നിത്യവും ജീവിതത്തിൽ വായിക്കുന്ന ഒരാൾക്ക് ഓരോ തവണയും നവമായിട്ടുള്ള ആത്മജ്ഞാനം അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം അത് ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാന്റെ ഗുണങ്ങളുടെ, ലീലകളുടെയൊക്കെ വർണ്ണനമാണ് നമുക്ക് ഭാഗവതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് നവമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അടുത്ത ശ്ലോകം 19. ശ്രീ ഭഗവാനുവാച ഹന്തദേ കഥയിക്ഷ്യാമി ദിവ്യാ ഹി ആത്മവിഭൂതയഃ
പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീഭഗവാനുവാച ഹന്തദേ കഥയിഷ്യാമി ദിവ്യാ ഹി ആത്മവിഭൂതയഃ പ്രാധാന്യതഃ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഭാസുരങ്ങളായ എൻ്റെ വിഭൂതികളെപ്പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം. പ്രാധാന്യമുള്ളവയെപ്പറ്റി മാത്രം വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനം ഉണ്ടാവില്ല എന്ന് അർജുനനോട് ഭഗവാൻ പറയാണ് അല്ലേ. അപ്പോൾ തന്നെ കുറിച്ചിട്ട് ഇനിയും കേൾക്കണമെന്ന് അർജുനൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഭഗവാൻ ഇനിയും അർജുനനോട് തൻ്റെ വിഭൂതികളെ പറ്റിയിട്ട് വിസ്തരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, അർജുന, ഭാസുരങ്ങളായ എൻ്റെ വിഭൂതികളെ പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? പ്രാധാന്യമുള്ളവയെ പറ്റി മാത്രം അല്ലേ. കാരണം ഭഗവാന്റെ വിഭൂതികൾ, ഭഗവാന്റെ ഐശ്വര്യങ്ങൾ അനന്തമാണ് അല്ലേ. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കില്ല. ആചാര്യന്മാർ പറയുന്നുണ്ട് അല്ലേ, അനന്തശേഷൻ 1000 നാവ് കൊണ്ട് ഭഗവാനെ വാഴ്ത്തിപ്പാടാൻ തുടങ്ങിയിട്ട് ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾക്ക് എങ്ങനെ ഭഗവാന്റെ വിഭൂതികളെ പറ്റിയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയും? അപ്പോൾ ഭഗവാൻ പറയാണ്, പ്രാധാന്യമുള്ളത് മാത്രം ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ്. വിസ്തരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവയ്ക്ക് ഒരിക്കലും അവസാനം ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ ഭഗവാന്റെ വിഭൂതികളും ഒക്കെ അമേയമാണ് അല്ലേ. അതിന് നമുക്കൊരു അവസാനം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അല്ലെ, ജീവാത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട്, അതിനെ ഗ്രഹിക്കാനായിട്ടുള്ള ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഭഗവാന്റെ കാര്യങ്ങൾ അങ്ങനെയല്ല അല്ലേ. കാരണം നമ്മൾ ഈ ഭഗവത്ഗീതയിലെയും ഭാഗവത്തിലേക്ക് ശ്ലോകങ്ങൾ നമ്മൾ ആവർത്തിച്ച് അത് നിത്യവും നമ്മളത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമുക്കതൊക്കെ മനഃപ്പാഠമാക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഭൗതികമായിട്ട് നേടുന്ന ഡിഗ്രികൾ അല്ലെങ്കിൽ ആ ഭൗതികമായിട്ട് നേടുന്ന വിദ്യാഭ്യാസമൊക്കെ നമ്മൾ ഓരോ പരീക്ഷ കഴിയുമ്പോൾ അല്ലെ, ഓരോ സ്കൂൾ അധ്യയന വർഷം അവസാനിച്ച് ഓരോ പരീക്ഷ കഴിയുമ്പോഴും ആ പുസ്തകങ്ങളൊക്കെ നമ്മൾ വലിച്ചെറിയും അല്ലെ. കാരണം നമുക്ക് ഇനി അതൊന്നും താങ്ങാനുള്ളൊരു ശക്തിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ പുസ്തകം അങ്ങോട്ട് മാറ്റി വെച്ചാൽ അത്രയും സമാധാനമാണ് നമുക്ക്. പക്ഷേ ഭഗവത്ഗീതയും ഭാഗവതവും അങ്ങനെ വായിച്ചിട്ട് കളയാനുള്ള പുസ്തകമല്ല. ഇതെന്നും നമുക്ക് നമ്മുടെ ജീവിതകാലത്തിൽ കൊണ്ടു നടക്കാനുള്ള പുസ്തകമാണ് അല്ലേ, ആധ്യാത്മിക ബുക്കാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് അത്തരത്തിലുള്ളൊരു ചിന്ത ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ വരില്ല, ഇത് വലിച്ചെറിഞ്ഞ് കളയണം, ഇതൊന്നും വേണ്ട എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം അത് ആധ്യാത്മിക ശാസ്ത്രമാണ്, ഭഗവാന്റെ വചനങ്ങളാണ്. അപ്പോൾ ആചാര്യന്മാർ പറയാറുണ്ട് അല്ലേ, അത് ഓരോ ദിവസവും ഓരോ ശ്ലോകം വീതം നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് അത് 30 ദിവസം ആകുമ്പോൾ നമ്മൾ 30 ശ്ലോകങ്ങൾ നമ്മൾ എഴുതി വെച്ചു അല്ലേ. എന്നിട്ട് ഏകാദശി ദിവസം വരുമ്പോൾ 15 ദിവസത്തിലൊരിക്കൽ ഏകാദശി വരും. അപ്പോൾ ആ 15 ശ്ലോകങ്ങൾ ഒറ്റയടിക്ക് ആ ദിവസം വായിക്കുക. അടുത്ത 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ 30 ശ്ലോകങ്ങൾ എഴുതി വെച്ചു. അപ്പോൾ അടുത്ത 15 ദിവസം കഴിയുമ്പോൾ അടുത്ത ഏകാദശി വരുമ്പോൾ വീണ്ടും പിന്നീട് എഴുതിയ 15 ശ്ലോകങ്ങൾ വായിക്കുക. അപ്പോൾ അങ്ങനെ നിത്യവും ഓരോ ശ്ലോകങ്ങൾ വായിക്കുക. പിന്നെ ഏകാദശിക്ക് 15 ശ്ലോകങ്ങൾ വെച്ച് വായിക്കുക. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോന്നാൽ നമ്മൾ നിത്യവും ആ ശ്ലോകങ്ങളുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുമ്പോൾ നമുക്കതൊക്കെ മനഃപ്പാഠമാക്കാൻ സാധിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അല്ലേ. ചില ആചാര്യന്മാരെ കണ്ടിട്ടില്ലേ, ചിലവർ ഇങ്ങനെ അല്ലേ പെട്ടെന്ന് ഇങ്ങനെ ശ്ലോകം അവർക്കത് പെട്ടെന്ന് ഓർമ്മ വരും, ഒന്നും മറച്ചു നോക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ നിത്യവും അതുമായിട്ട് ബന്ധം പുലർത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഭഗവാന്റെ ആധ്യാത്മിക കാര്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിധിയുള്ളത് കൊണ്ടാണ് ആചാര്യന്മാർ നമ്മളോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്, ഇത്തരം മാർഗങ്ങളൊക്കെ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ഇതുപോലെയൊക്കെ പോയാൽ നമുക്ക് ശ്ലോകങ്ങൾ പഠിക്കാൻ സാധിക്കും. അതുപോലെ ഗീതാ സാധന എന്ന് പറയുന്ന ഒരു പാഠ്യപദ്ധതി ഉണ്ട്. നമ്മൾ ഗീതാ സാധന എന്നും ചെയ്യുക. എന്താണ് ഗീതാ സാധന? ഇതിനു മുൻപും നമ്മൾ പലതവണ ഗീതാ സാധനയെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ദിവസം, ഒന്നാമത്തെ ദിവസം നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിലെ മുഴുവൻ ശ്ലോകങ്ങളും വായിക്കുക.
ആദ്യത്തെ ശ്ലോകത്തിന്റെ വിവർത്തനവും ഭാവാർത്ഥവും വായിക്കുക. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ അധ്യായത്തിന്റെ മുഴുവൻ ശ്ലോകങ്ങളും വായിക്കുക. ഒന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകവും ഭാവാർത്ഥവും വിവർത്തനവും വായിക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും വായിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 18 ദിവസം കൊണ്ട് 18 അധ്യായത്തിലെ ശ്ലോകങ്ങൾ നമുക്ക് ഒരു തവണ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ ഡെയിലി നമ്മൾ ഈ സാധന നമ്മൾ ഡെയിലി തുടർന്ന് പോന്നാൽ നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് ആ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ നമുക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ഗീതാ സാധന എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം മാർഗങ്ങളൊക്കെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിധിയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ മികച്ച രീതിയിൽ ഭഗവാന്റെ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും, അതിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും, അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഭഗവാനെ മുഴുവനായിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. ഇന്ന് വരെ ആർക്കും അതിന് സാധിച്ചിട്ടില്ല എന്ന് പ്രഭുപാദ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഭക്തന്മാർ പിന്നെ എന്തിനാണ് ഇതിനൊക്കെ ശ്രമിക്കുന്നത്? ഈ ഗീതാ സാധനയിലൂടെ നിത്യം ഭാഗവത ശ്രവണത്തിലൂടെയൊക്കെ എന്തിനാണ് ഭക്തന്മാർ ഇതിനൊക്കെ ശ്രമിക്കുന്നത്? ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ഭഗവാൻ തൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ അല്ല ഭക്തന്മാർ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ പ്രഭുപാദ പറയാണ്, കൃഷ്ണനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ അമൃത് പോലെ ആസ്വാദ്യമായതുകൊണ്ടാണ് അവര് ഇത് വിടാതെ പിന്തുടർന്ന് പോകുന്നത് എന്ന് പറയാണ്. അപ്പോൾ ആ കഥാശ്രവണം അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചിട്ടുള്ള ചർച്ച ചെയ്യൽ അവർക്ക് അത്യന്തം ആഹ്ലാദകരമായിട്ട് അനുഭവപ്പെടുകയാണ് അല്ലേ. ചതുശ്ലോകി ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്നു, കഥയന്തസ്യ മാം നിത്യം തുഷ്യന്തീച്ച രമന്തീച്ച അല്ലേ. എൻ്റെ ഭഗവാൻ പറയുന്നു, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്യതേ ഇതി മത്വ ഭജന്തേ മാം ബുധാഭാവ സമന്വിതഃ അല്ലേ. എൻ്റെ ഭക്തനാകുന്ന ആളുടെ തെളിവെന്താണ്? ബുധാഭാവത്തിൽ എന്നെ അവൻ അറിയാനും മനസ്സിലാക്കാനും തുടങ്ങുമ്പോൾ എന്താണ് ഒരു തെളിവ് അല്ലെ? കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം നമ്മളിൽ വരുമ്പോൾ എന്താണ് ഒരു തെളിവ് വരുന്നത്? ആചാര്യന്മാർ പറയുന്നു, കഥയന്തസ്യ മാം നിത്യം തുഷ്യന്തീജ രമന്തിജ അല്ലെ. ഭഗവാനെ കുറിച്ചിട്ട് പറയുമ്പോൾ, അന്യോന്യം ഭഗവാന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവര് അനിർവചനീയമായിട്ടുള്ള ഒരു ആനന്ദം അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് പുരോഗതി ഉണ്ടാവുന്നത്. അതാണ് അവരുടെ പുരോഗതി വിലയിരുത്താനുള്ള മാനദണ്ഡമായിട്ട് ആചാര്യന്മാർ പറയുന്നത് അല്ലെ. ഒരാള് എനിക്ക് ഭഗവത്ഗീത വായിക്കാനായിട്ട് താല്പര്യമുണ്ട്, ഭഗവാനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹമുണ്ട്, ഭഗവാന്റെ ആധ്യാത്മിക വിഷയങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അയാള് ഭഗവാനിലേക്ക് പതിയെ അടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നാണ് അതിനർത്ഥം അല്ലെ. കഥയന്തസ്യ മാം നിത്യം തുഷ്യന്തീച്ച രമന്തീച്ച. തുഷ്യന്തി രമന്തി ഈ രണ്ട് കാര്യങ്ങൾ അയാൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾക്ക് വീണ്ടും അത് അറിയണം എന്ന് തോന്നുന്നത്. അപ്പോൾ അവരെ ആനന്ദഭരിതരാക്കാൻ അല്ലേ, കാരണമില്ലാത്തൊരു സന്തോഷമാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ഭൗതിക ലോകത്തിലുള്ള എല്ലാ സന്തോഷത്തിനും ദുഃഖത്തിനും ഒരു കാരണമുണ്ടാകും. പക്ഷേ ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരിക്കലും നമുക്ക് കാരണം കണ്ടെത്താൻ സാധിക്കില്ല. അത് എന്നും നമുക്ക് നവമായിട്ട് അനുഭവപ്പെടുന്ന അത്രയ്ക്കും ആനന്ദം നമുക്ക് പകർന്നു നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിശുദ്ധ ഭക്തന്മാരെല്ലാവരും ഇത്തരത്തിലുള്ള ആനന്ദം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും ഭഗവാന്റെ കാര്യങ്ങൾക്ക് ഇത്രയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ജീവാത്മാക്കൾക്ക് കൃഷ്ണന്റെ വിഭൂതികളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ പ്രാധാന്യമുള്ളത് മാത്രം പറയുന്നത് അല്ലേ. ഒരുപാട് നദികളുണ്ട് അല്ലേ, നമുക്ക് തന്നെ അറിയാം. 44 നദികൾ ഒഴുകുന്നതാണ് നമ്മുടെ കേരളം അല്ലേ. ആ കൊച്ചു കേരളത്തിൽ ഇത്രയും നദികളുണ്ട്. പക്ഷേ ഭഗവാൻ പറയാണ്, ഒഴുകുന്ന നദികളിൽ ഞാനാണ് ഗംഗ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഗംഗ കാണുമ്പോൾ നമുക്ക് ഉടനെ ഭഗവാനെ ചിന്തിക്കാൻ സാധിക്കണം, ഭഗവാന്റെ ശക്തിയെ കുറിച്ചിട്ട് നമുക്ക് ഓർമ്മിക്കാൻ, ഒരു മാത്രമെങ്കിലും നമുക്ക് ഓർക്കാൻ സാധിക്കണം. ഗംഗ കാണുമ്പോൾ ഓക്കെ, ഇത് ഭഗവാന്റെ പാദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്നൊരു ചിന്ത അല്ലേ. യോഗികളും സന്യാസി വര്യന്മാരും ഇവിടെ എല്ലാം പാദധൂളികൾ കലർന്നിട്ടുള്ളതാണ് ഗംഗ, എൻ്റെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ ഇത് പ്രാപ്തമാണ്. ഇത്തരം ചിന്തകളൊക്കെ നമ്മളിലേക്ക് വരണം ഗംഗ കാണുമ്പോൾ. അതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ വിഭൂതികളിൽ പ്രാധാന്യമുള്ളത് മാത്രം എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് പ്രാധാന്യത കുരു ശ്രേഷ്ഠ എന്ന് പറയുന്നത്. ആ പ്രാധാന്യത എന്ന് പറയുന്ന പദം വളരെയധികം ശ്രദ്ധ
ആകർഷിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്കാണ് പ്രാധാന്യത. കാരണം ഭഗവാന്റെ വിഭൂതികൾ എണ്ണമറ്റവയാണ് അല്ലേ. ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ കടലിലെ തിരമാലകൾ പോലെയാണ് എന്നാണ് പറയുന്നത് ഭാഗവതം. അപ്പോൾ ഭഗവാന്റെ വിഭൂതികളോ അവയ്ക്ക് ഒരിക്കലും അവസാനമില്ല. നമുക്കൊരിക്കലും അത് അറിഞ്ഞോ മനസ്സിലാക്കാനോ പൂർണ്ണമായിട്ടും സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പ്രാധാന്യമുള്ളത് മാത്രം നമുക്ക് പറഞ്ഞു നൽകുന്നത്. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയുന്നുണ്ട്, വ്യക്തിശൂന്യവാദികൾക്കോ വിശ്വദേവതവാദികൾക്കോ ഭഗവാന്റെ സവിശേഷമായിട്ടുള്ള ഈ വിഭൂതികൾ അറിയാനോ മനസ്സിലാക്കാനോ ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ ഭൗതിക ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഭഗവാന്റെ ശക്തികളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലും ഒക്കെ ഭഗവാന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ആയിട്ടുള്ളൊരു വിജ്ഞാനമോ വിവേകമോ ഇല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പ്രാധാന്യമുള്ള കാര്യങ്ങൾ അല്ലേ, നാം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ വിഭൂതികളാണ് എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാണ്. അങ്ങനെയെങ്കിലും നമുക്ക് ഭഗവാനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ സാധിക്കണം, ഭഗവാനെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കണം. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രം ഭഗവാൻ നമുക്കിവിടെ വിവരിച്ച് തരാണ്. അപ്പോൾ ഭഗവാന്റെ വിഭൂതികൾ അനന്തമാണ്. അത് നമുക്ക് വിശദമാക്കാൻ കഴിയാവുന്ന അത്രയ്ക്കും ബൃഹത്തായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഭഗവാൻ നമുക്ക് അതെല്ലാം അതിൽ ചിലത് മാത്രം പ്രാധാന്യമുള്ളത് മാത്രം പറഞ്ഞു തരികയാണ് അല്ലേ. നമ്മളെ പോലെയുള്ള ജീവാത്മാക്കൾക്ക് ഭഗവാനെ കുറിച്ചിട്ട് അറിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ വിഭൂതി വിസ്തര യോഗത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു നൽകുന്നത്. അപ്പോൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ തൻ്റെ വിഭൂതികളെ കുറിച്ചിട്ട് വിശദമാക്കുകയാണ്. അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് വിജയ ഏകാദശിയാണ്. ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സമയം ചിലവാക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും വിജയ ഏകാദശി ആശംസകൾ. അപ്പോൾ ഭഗവാന്റെ ഐശ്വര്യങ്ങളെ പറ്റിയിട്ടും ഭഗവാന്റെ ജ്ഞാനത്തെ പറ്റിയിട്ടും ഒക്കെ ഗ്രഹിക്കുവാനായിട്ടുള്ള അവസരം ഭഗവാനും ഗുരുക്കന്മാരും എല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഹരേ കൃഷ്ണ.